രാജ്യതലസ്ഥാനത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയായ ഷാലിമാർ ബാഗിൽ വൻതോതിലുള്ള പൊളിച്ചുനീക്കൽ നടപടിയുമായി അധികൃതർ. റോഡ് വികസന പദ്ധതിക്ക് തടസ്സമായി നിന്ന 150ഓളം നിർമ്മാണങ്ങളാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നത്. ഒഴിഞ്ഞുപോകാനുള്ള നോട്ടീസ് കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ മുതൽ വൻ സന്നാഹത്തോടെ അധികൃതർ സ്ഥലത്തെത്തിയത്. ഡൽഹിയിലെ പ്രധാന ഗതാഗത കുരുക്കുകൾക്ക് പരിഹാരം കാണുന്നതിനായുള്ള റോഡ് വീതികൂട്ടൽ പദ്ധതിയുടെ ഭാഗമായാണ് ഷാലിമാർ ബാഗിൽ ഒഴിപ്പിക്കൽ നടപടികൾ നടക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി വൻതോതിൽ ഉയർന്നു വന്ന അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളുമാണ് അധികൃതർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. തുടർ നടപടികളുടെ ഭാഗമായി പ്രദേശത്തെ 150ഓളം വാണിജ്യ താമസ നിർമ്മാണങ്ങൾക്ക് നേരത്തെ തന്നെ അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസ് കാലാവധി അവസാനിച്ചതോടെയാണ് ഇന്ന് നഗരസഭാ ഉദ്യോഗസ്ഥരും റവന്യൂ സംഘവും സംയുക്തമായി പൊളിച്ചു നീക്കൽ ആരംഭിച്ചത്. ജനവികാരം കണക്കിലെടുത്ത് പ്രദേശത്ത് അർദ്ധസൈനിക വിഭാഗത്തെയും ഡൽഹി പോലീസിനെയും വൻതോതിൽ വിന്യസിച്ചിട്ടുണ്ട്. ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ചിലയിടങ്ങളിൽ നേരിയ തോതിൽ പ്രതിഷേധങ്ങളും വാക്കുതർക്കങ്ങളും ഉടലെടുത്തു. എങ്കിലും കനത്ത പോലീസ് കാവലുള്ളതിനാൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. അവശിഷ്ടങ്ങൾ വേഗത്തിൽ നീക്കം ചെയ്യുന്നതിനായി നിരവധി JCBകളും ട്രക്കുകളും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പൊളിച്ചു നീക്കൽ നടക്കുന്ന പാതയിലൂടെയുള്ള പൊതുഗതാഗതം പോലീസ് താൽക്കാലികമായി നിയന്ത്രിക്കുകയും വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ മേഖലയിൽ കർശനമായ പരിശോധനകളും കയ്യേറ്റ ഒഴിപ്പിക്കലുകളും തുടരുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ജനം, ഡൽഹി.